എല്ലാവർക്കും നമസ്കാരം. നൈറ്റ് വിതൗട്ട് എൻഡ് ബൈ ലിസ്റ്റർ മെക്ലീൻ, ചാപ്റ്റർ 3, 2 AM to 3 AM മൺഡേ. തകർന്നു വീണ ക്രാഷ് ലാൻഡ് ചെയ്ത എയറോപ്ലെയിനിൽ നിന്ന് റെസ്ക്യൂ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് ക്യാബിനിൽ തിരിച്ചെത്തിയ ഡോക്ടർ മേസൻ ആൻഡ് ടീം കാണുന്നത് അവരുടെ RCA റേഡിയോ സെറ്റ് തകർന്നു കിടക്കുന്നു. അത് കണ്ട ഡോക്ടർ മേസൻ കോപം കൊണ്ട് വിറച്ചു. സ്വാഭാവികം, ആരായാലും വിറച്ചു. അതേ ദേഷ്യത്തോടെ അദ്ദേഹം ചോദിച്ചു, ഏത് മന്ദബുദ്ധിയാണ് ഉത്തരവാദി? പെട്ടെന്ന് നമ്മുടെ ഡിക്സി കണൽ കഥാപാത്രം എണീറ്റു. ഏയ്, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതിന് ഡോക്ടർ മേസൻ ഷട്ട് അപ്പ് എന്നൊരു ഉത്തരം കൊടുത്തു. അതോടെ ഡിക്സി കണൽ സൈലൻ്റായി. വീണ്ടും ഡോക്ടർ മേസൻ ചോദിച്ചു, ഞാൻ ചോദിച്ചു കേട്ടില്ലേ, ആരാണ് അതിന് ഉത്തരവാദി? അപ്പോൾ പേടിച്ച് വിറച്ചുകൊണ്ട് നമ്മുടെ എയർ ഹോസ്റ്റസ് പറഞ്ഞു, അത് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയതാണ്. ഡോക്ടർ മേസൻ അവരെ തുറിച്ചു നോക്കി. നിങ്ങളോ? ഒരു റേഡിയോ സെറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഏറ്റവും കൂടുതൽ അറിയുന്ന ആളാണ് നിങ്ങൾ. കാരണം നിങ്ങളൊരു വിമാനത്തിലെ സ്റ്റാഫാണ്. അത്തരം ഒരാൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ സമയത്താണ് നമ്മുടെ നെറ്റി പൊട്ടിയ ഒരാൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞു, വിശ്വസിച്ചേ പറ്റൂ. ആ സമയത്ത് ആ റേഡിയോ സെറ്റിൻ്റെ അടുത്ത് വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ മേസൻ അയാളെ ഇങ്ങനെ നോക്കി. അപ്പോൾ നേരത്തെ അയാളുടെ നെറ്റി പൊട്ടി ചോര വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അയാളുടെ കയ്യിലും ഒരു മുറിവ്. ഡോക്ടർ മേസൻ ചോദിച്ചു, നിങ്ങളുടെ കയ്യിലെന്ത് പറ്റി? അത് ഞാൻ ആ റേഡിയോ സെറ്റ് വീണപ്പോൾ അത് ഒന്ന് പിടിച്ച് നിർത്താൻ ശ്രമിച്ചു. പക്ഷേ അത് ഭയങ്കര വെയിറ്റാണ്. അങ്ങനെ അത് എൻ്റെ കൈ മുറിഞ്ഞു. പക്ഷേ അത് നിലത്ത് വീണു. എനിക്കതിനെ പിടിച്ച് നിർത്താൻ പറ്റിയില്ല. അതിന് ഡോക്ടർ മേസൻ പറഞ്ഞു, താങ്ക്സ്. കാരണം അത് ഇംഗ്ലീഷുകാരുടെ ഒരു രീതിയാണ്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ ഉടനെ അപ്പോൾ ഒരു താങ്ക്സ് പറയും. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആയി വരുന്നുണ്ട് ഏകദേശം ഒരു ശീലം. കുറേയൊക്കെ നല്ലതാണ്, ചിലപ്പം ഒരു അരോചകത്വവും തോന്നാറുണ്ട്. എനിഹൗ ഡോക്ടർ മേസൻ വീണ്ടും എയർ ഹോസ്റ്റിൻ്റെ അടുത്ത് തിരിഞ്ഞു. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? പേടിച്ച് കുറച്ചുകൊണ്ടാണ് അവർ പറയുന്നത്. അത് ഞാൻ ജിമ്മിയുടെ അടുത്ത് ഇങ്ങനെ ഒന്ന് അയാളെ ഒന്ന് കുനിഞ്ഞ് നോക്കുമായിരുന്നു. അപ്പോൾ ഡോക്ടർ മേസൻ, ജിമ്മിയാ? അതാരാ? ഈ പരിക്കേറ്റ് കിടക്കുന്ന ഞങ്ങളുടെ സെക്കൻഡ് പൈലറ്റ് ജിമ്മി വാട്ടർമാൻ. സെക്കൻഡ് പൈലറ്റോ? അപ്പോൾ ഇത് റേഡിയോ ഓപ്പറേറ്റർ അല്ലേ? അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, അത് സെക്കൻഡ് പൈലറ്റാണ്. ഞങ്ങളുടെ പ്ലെയിനിൽ റേഡിയോ ഓപ്പറേറ്റർ എന്നൊരാൾ പോസ്റ്റില്ല. പൈലറ്റുമാർക്കും റേഡിയോ ഓപ്പറേഷൻ ട്രെയിനിങ് ഉണ്ടാവും. അപ്പോൾ അതിലൊരു പൈലറ്റാണിത്. 2 പൈലറ്റുമാർ കൺട്രോൾ ക്യാബിനിലും ഒരാൾ റേഡിയോ റൂമിലും. അങ്ങനെയാണ് ബ്രിട്ടീഷ് എയർലൈൻസിൻ്റെ രീതി. അന്നത്തെ കാലമാണ്. അപ്പോഴും ഡോക്ടർ മേസൻ ആലോചിച്ചു, ഞാൻ പണ്ട് എന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് യാത്ര ചെയ്യുന്നിടത്തപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല. ഇപ്പം എന്തായാലും അവരുടെ സിസ്റ്റത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വീണ്ടും അദ്ദേഹം ചോദിച്ചു, എന്നിട്ട് അപ്പോൾ നിങ്ങൾ അവിടെ കുനിഞ്ഞിട്ട് ഞാനൊന്ന് പറഞ്ഞപ്പോൾ അറിയാതെ അതിൽ തട്ടി അത് മറിഞ്ഞു വീണു. നിങ്ങളൊന്നും അറിയാതെ തട്ടുമ്പോഴേക്കും അത് മറിഞ്ഞു വീണുന്നോ? 70 കിലോ വെയിറ്റുള്ള ഒരു റേഡിയോ സെറ്റ്. അപ്പോൾ ഈ റേഡിയോ സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇന്നത്തെ കാലമല്ല. ഇന്നെല്ലാം ഇൻ്റഗ്രേറ്റഡ് ചിപ്സ്, ഇതിന് കുറച്ച് കാലം മുമ്പ് ട്രാൻസിസ്റ്റേഴ്സ്, ഇതൊക്കെ ആയിരുന്നു ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ യൂസ് ചെയ്തിരുന്നത്. ആ കാലഘട്ടത്തിൽ 1950 കാലഘട്ടങ്ങളിൽ ഒരു റേഡിയോ സെറ്റ് അല്ലെങ്കിൽ ഏതൊരു ഇലക്ട്രോണിക് എക്യുപ്മെൻ്റ് ആണെങ്കിലും അതിൽ യൂസ് ചെയ്യുന്നത് വാക്യൂം ട്യൂബ്സ് അഥവാ വാൾവ്സ് എന്ന് പറയുന്ന എക്യുപ്മെൻറ്റ്സാണ്. അപ്പോൾ അത് വളരെ വലിയ ഒരു സാധനമാണ്. മാത്രമല്ല അതിൻ്റെയൊക്കെ പവർ സപ്ലൈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതും വളരെ ഹെവി ആയിരിക്കും. നമ്മൾ ഈ കാണുന്ന പോലെ ബാറ്ററിയിലൊന്നും വർക്ക് ചെയ്യിക്കാൻ പറ്റുന്ന റേഡിയോ സെറ്റുകളല്ല അതൊന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഹെവി ആയിട്ടുള്ള ഒരു റേഡിയോ സെറ്റാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഏകദേശം വെയിറ്റ് എന്ന് പറയുന്നത് 70 കിലോഗ്രാം. അത്തരം ഒരു റേഡിയോ സെറ്റിനെയാണ് ഈ സ്ത്രീ പറയുന്നത് അവരൊന്ന് തട്ടിയപ്പം മറിഞ്ഞു വീണുവെന്ന്. ഡോക്ടർ മേസൻ ജോസിനോട് ചോദിച്ചു, കാരണം ജോസാണ് അത് അവിടെ ഇൻസ്റ്റാൾ ചെയ്ത വ്യക്തി. ജോസാണല്ലോ റേഡിയോ ഓപ്പറേറ്റർ. ഇങ്ങനെ സംഭവിക്കുമോ ജോസേ? ജോസ് പറഞ്ഞു, ഇല്ലല്ല, ഇങ്ങനെ എന്തായാലും സംഭവിക്കില്ല, ഇത് വിശ്വസിക്കാനേ പറ്റും. പിന്നീട്
ഡോക്ടർ മേസൻ വിചാരിച്ചു ഇനിയിപ്പോൾ തർക്കിച്ചുകൊണ്ടിരുന്നതിൻ്റെ കാര്യമില്ല, എന്തായാലും റേഡിയോ സെറ്റ് തകർന്നത് തന്നെയാണ്. ആദ്യമായി ഡോക്ടർ മേസൻ ചെയ്തത് കൈയും നെറ്റിയും ഒക്കെ മുറിഞ്ഞിരിക്കുന്ന മനുഷ്യനെ അടുത്തേക്ക് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ മുറിവൊക്കെ ഡ്രസ്സ് ചെയ്തു. ഇതിനിടയിൽ പ്ലെയിനിൽ നിന്ന് അവരെ അൺകോൺഷ്യസ് ബോഡി ഇറക്കാൻ സഹായിച്ച ആ വലിയ ശരീരമുള്ള മനുഷ്യൻ ഡോക്ടർ മേസൻ്റെ അടുത്തേക്ക് വന്നു. അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആരാണെന്നോ നിങ്ങളുടെ സ്ഥാനം എന്താണെന്നോ ഞങ്ങൾക്കറിയില്ല, പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളെല്ലാവരും നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളോട് പ്രത്യേക നന്ദിയും കടപ്പാടും ഉള്ളവരാണ് ഞങ്ങളെല്ലാം. ഡോക്ടർ മേസൻ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ശരിയാണ്, സംഭവം ഞങ്ങളുടെ എയർ ഹോസ്റ്റസിൻ്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റി, റേഡിയോ സെറ്റ് താഴെ വീണു. അതിനിങ്ങനെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കണം, പാവം പേടിച്ച് കുറച്ച് നിൽക്കുന്നുണ്ടില്ലേ എന്ന് പറഞ്ഞ് എൻ്റെ ആ എയർ ഹോസ്റ്റസിനോട് ചെന്ന് അവരുടെ തോളത്തൊക്കെ ഒന്ന് തട്ടി സമാധാനിപ്പിച്ചു. വീണ്ടും ഡോക്ടർ മേസൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, റേഡിയോ സെറ്റ് തന്നെയല്ലേ, നാട്ടിൽ വാങ്ങിക്കാൻ കിട്ടാത്ത സാധനമൊന്നുമല്ലല്ലോ. ഞാൻ ഉറപ്പ് വരുന്നു ഒരാഴ്ചക്കകം, ഏറിപ്പോയ 10 ദിവസം, അതിനകം ഇതിനേക്കാൾ നല്ലൊരു റേഡിയോ സെറ്റ് വാങ്ങിച്ച് നിങ്ങൾക്ക് തരും. ഡോക്ടർ മേസൻ പറഞ്ഞു, പക്ഷേ ആ 10 ദിവസത്തിനുള്ളിൽ എല്ലാവരും മരിച്ചു പോകും ചിലപ്പോൾ. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ റേഡിയോ സെറ്റ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. കാരണം അവർക്ക് പുറം ലോകത്തേക്ക് എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ ഈ റേഡിയോ സെറ്റ് ഉണ്ടായേ പറ്റൂ. ഗ്രീൻലാൻഡ് ഐസ് ക്യാപ്പിൽ വളരെ ഉള്ളിലോട്ട് ആണ് ഇപ്പോൾ അവരുടെ ഒരു സ്ഥാനം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പ്ലെയിൻ ക്രാഷ് ഉണ്ടായതിനെ കുറിച്ചോ മറ്റെന്തെങ്കിലും കാര്യത്തിനോ പുറത്തേക്ക് ബന്ധപ്പെടണമെങ്കിലുള്ള ഒരേ ഒരു മീൻസ് എന്ന് പറയുന്നത് ഈ റേഡിയോ സെറ്റ്. അതാണ് ഇപ്പോൾ തകർന്നു കിടക്കുന്നത്. പെട്ടെന്ന് ഡോക്ടർ മേസന് ഒരു സംശയം തോന്നി. അദ്ദേഹം ചോദിച്ചു, അല്ല ഇത്രയൊക്കെ പറഞ്ഞല്ല, നിങ്ങളിപ്പോൾ എവിടെയാണെന്നാ നിങ്ങളുടെ വിചാരം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊക്കെ ഞങ്ങൾക്കറിയാം, കൃത്യമായിട്ട് സ്ഥലമൊന്നും ചോദിച്ചപ്പോൾ പറയാൻ പറ്റില്ല. തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പോ മെഡിക്കൽ സ്റ്റോറോ എവിടെയെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയില്ല. ഏതായാലും ഞങ്ങൾ അത് ചെയ്തിരിക്കും, റേഡിയോ സെറ്റ് നിങ്ങൾക്ക് വാങ്ങിച്ചു തന്നിരിക്കും. അപ്പോഴാണ് നമ്മുടെ എയർ ഹോസ്റ്റസ് പറയുന്നത്, അത് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ മേസൻ എന്ത്, നമ്മളിപ്പോൾ ഐസ്ലൻഡിലാണ് എന്നുള്ള കാര്യം പറഞ്ഞു. ഡോക്ടർ മേസൻ അവരെങ്ങനെ തുറിച്ചു നോക്കി. എന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ പറഞ്ഞ, ഐസ്ലൻഡോ? അതെ, ഞങ്ങൾ റെയ്ക്ജാവിക്കിൽ നിന്ന്, അതായത് ഈ ഗ്രീൻലൻഡിൻ്റെ കുറേ കൂടി തെക്ക് വശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഐസ്ലൻഡ്. പേര് പലപ്പോഴും ഒരു കൺഫ്യൂസിങ് ആണ്. കാരണം ഐസ്ലൻഡ് എന്ന പേര് കേൾക്കുമ്പോൾ വിചാരിക്കുന്ന പോലെയല്ല, അവിടെ കൂടുതൽ ജനവാസവും കൂടുതൽ കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു രാജ്യമാണ് ഐസ്ലൻഡ്. നേരെ മറിച്ച് ഗ്രീൻലാൻഡ് എന്ന പേര് കേൾക്കുമ്പോൾ അവിടെ എന്തോ വലിയ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും. പക്ഷേ ഐസ് മൂടിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് ഗ്രീൻലാൻഡ്. ഓക്കെ, അപ്പോൾ ഈ ഐസ്ലൻഡിൻ്റെ തലസ്ഥാനമായ റെയ്ക്ജാവിക്കിൽ നിന്ന് ആണ് ഈ US നിന്ന് വരുന്ന ഒരു പ്ലെയിനാണിത്. അത് ഇടയിൽ ഒരു റെയ്ക്ജാവിക്കിൻ്റെ എയർപോർട്ടിംഗ് സ്റ്റേഷനിൽ ഒന്ന് ലാൻഡ് ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്തതാണ് എവിടേക്ക്, ബ്രിട്ടനിലേക്ക്. അങ്ങനെ റെയ്ക്ജാവിക്കിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു. അതിന് എന്തോ ഒരു പൈലറ്റിന് എന്തോ ഒരു അബദ്ധം പറ്റി. അങ്ങനെ അത് ഒരു ഐസ് ക്യാപ്പിൽ ലാൻഡ് ചെയ്തു എന്നാണ് ഈ എയർ ഹോസ്റ്റസിൻ്റെ വിചാരം. അതാണ് അവർ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. സോ ഐസ്ലാൻഡിലുള്ള ഏതോ ഒരു ഐസ് ക്യാപ്പിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് എന്നാണ് ഇവരുടെ വിചാരം. ഐസ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഗ്രീൻലാൻഡിനേക്കാൾ വളരെ ചെറിയൊരു രാജ്യമാണ്. അവിടുത്തെ ഐസ് ക്യാപ്പുകളും ചെറുതാണ്. അതിന് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് തൊട്ടടുത്തുള്ള ഒരു ജനവാസമുള്ള സ്ഥലത്തേക്ക് എത്താൻ പറ്റും. ഇതൊക്കെയാണ് ഇപ്പോൾ ഇവരുടെ ചിന്ത. അപ്പോൾ ഡോക്ടർ മേസൻ പറഞ്ഞു, അല്ലയോ മഹാമതി വനിതേ,
ലേശം കളിയാക്കി പറഞ്ഞതാണ്. നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഐസ്ലാൻഡിലല്ല, ഗ്രീൻലൻഡ് ഐസ് ക്യാപ്പിലാണ്. ഉടനെ ഈ സ്ത്രീ ഒരു ഹിസ്റ്റീരിയ പിടിച്ച ആളെ പോലെ ഓടി വന്ന് ഡോക്ടർ മേസന്റെ അടുത്തേക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ ഉടുപ്പൊക്കെ പിടിച്ച് വലിച്ചുകൊണ്ട് ചോദിച്ച്, നിങ്ങൾ എന്തീ പറയുന്നത്? ഗ്രീൻലൻഡ് ഐസ് ക്യാപ്പിലോ? ഒരിക്കലും സാധ്യമല്ല. ഞങ്ങൾ ഐസ്ലാൻഡിൻ്റെ തലസ്ഥാനമായ റെയ്ക്ജാവിക്കിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത വാഹനം, പ്ലെയിൻ എങ്ങനെ ഈ ഗ്രീൻലൻഡ് ഐസ് ക്യാപ്പിൽ വരും? ഡോക്ടർ മേസൻ പറഞ്ഞു, അങ്ങനെ ചോദിച്ചാൽ എനിക്കും അറിയില്ല. നിങ്ങളെങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ലല്ലോ. പക്ഷേ ഇത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്നിട്ട് അദ്ദേഹം ജോസിൻ്റെ നേരെ ഒന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു, ജോസേ, ഇവർക്കൊന്ന് കൃത്യമായി നമ്മുടെ സ്ഥാനം ഒന്ന് പറഞ്ഞു കൊടുക്ക്. ജോസ് പറഞ്ഞു, നോർത്ത് പോളിൽ നിന്ന് 900 കിലോമീറ്റർ തെക്ക്, അതായത് വടക്കോട്ട് 900 കിലോമീറ്റർ മൂവ് ചെയ്താൽ ഭൂമിയുടെ ഏറ്റവും വടക്കേ ഭാഗം നോർത്ത് പോളിലെത്തും. നിങ്ങൾ നേരത്തെ പറഞ്ഞ റെയ്ക്ജാവിക്കിൽ നിന്ന് 1800 കിലോമീറ്റർ വടക്ക്, അതാണ് ഈ സ്ഥലം. വീണ്ടും എല്ലാവരും ആശ്ചര്യത്തോടെ എന്നെ നോക്കി നിൽക്കുകയാണ്. എന്തായാലും അതോടെ അവരുടെ സംശയങ്ങൾ മാറി. ഗ്രീൻലൻഡ് ഐസ് ക്യാപ്പിൽ തന്നെയാണ് ഇവർ ഉള്ളത് എന്നുള്ള കാര്യം ഏകദേശം എല്ലാവർക്കും ഉറപ്പായി. അങ്ങനെ എല്ലാവരും അന്തം വിട്ട് നിൽക്കുന്ന സമയത്ത് ഡോക്ടർ മേസൻ ജാക്സ്ട്രോട് പറഞ്ഞു, ജാക്സ്ട്രോ, എന്തായാലും നല്ല തണുപ്പൊക്കെയാണ്, കുറച്ച് കാപ്പി ഉണ്ടാക്കാം നമുക്ക്. കൂട്ടത്തിൽ ഒരു കുപ്പി ബ്രാൻഡി എടുത്തോ, നമ്മുടെ ഫുഡ് ടണലിൽ നിന്ന്. അതായത് ഇവരുടെ മെയിൻ ക്യാബിൽ നിന്ന് സൈഡിലേക്ക് ഐസ് കട്ട് ചെയ്ത് ഇവരൊരു ടണൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയാണ് അവരുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ജാക്സ്ട്രോ ടണലിൽ പോയി ഒരു കുപ്പി ബ്രാൻഡി എടുത്തോണ്ട് വന്നു. പിന്നെ കാപ്പി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. സ്റ്റവൊക്കെ നേരത്തെ കത്തിക്കിടക്കുകയാണ്. അതിലെപ്പോഴും 2 ബക്കറ്റ് ഐസ് ഉരുക്കി വെള്ളമാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ ബാക്കി പണിയൊക്കെ എളുപ്പമാണ്. അങ്ങനെ കാപ്പിയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും ഓരോ കപ്പ് കാപ്പിയും ഓരോ പെഗ് ബ്രാൻഡിയും കൊടുത്തു. ഇനി ഇത് കേട്ട് എല്ലാവരും ബ്രാൻഡി കുടിക്കാൻ ഇറങ്ങരുത്. അവിടെ ഗ്രീൻലൻഡ് ആദ്യത്തെ തണുപ്പത്താണ്. അവരൊക്കെ ഓരോ പെഗ് ബ്രാൻഡി, ഒരാൾക്ക് ഒരു പെഗ്ഗാണ് ബ്രാൻഡി. ഇവിടെ ഒരാൾക്ക് ഒരു കുപ്പി വേണം ഈ ചൂടത്ത്. അവിടെ -40 ഡിഗ്രി സെൻറ്റിഗ്രേഡ്, ഇവിടെ +40 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഓക്കെ, അപ്പം അങ്ങനെ കോഫിയും ബ്രാൻഡിയൊക്കെ എല്ലാവരും കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ വില കൂടിയ വേഷമൊക്കെ ധരിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ത്രീക്കും അതുപോലെ നമ്മുടെ പള്ളിയിലച്ഛനും ഒക്കെ ഒരു വിഷമം. ഈ സ്ത്രീ പറഞ്ഞു, ഇത് ശരീരത്തിലെ ഈ സുഷിരങ്ങളൊക്കെ ഓപ്പണാക്കും, അപ്പോൾ നമ്മൾ കൂടുതൽ അപകടത്തിലാവും. ഈ തണുപ്പത്ത് അങ്ങനെ വരാൻ പാടില്ല. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല എന്നുണ്ടോ? അപ്പോൾ മിസ് മേരി ലിഗാർഡ്സ്, ദാറ്റ് മ്യൂസിക്കൽ കോമഡി സ്റ്റാർ ഓൾഡ് ലേഡി, അത് പറഞ്ഞു, അദ്ദേഹം ഒരു ഡോക്ടറാണ്, നമ്മളെക്കാൾ നന്നായിട്ട് ഒരു മനുഷ്യ ശരീരത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാം. അതോടെ അവർ സൈലൻ്റായി. നമ്മുടെ പള്ളിയിലച്ഛൻ പറഞ്ഞു, അല്ല, ഞങ്ങളുടെ മതവിശ്വാസങ്ങൾക്കൊക്കെ അനുസരിച്ച് ഡോക്ടർ മേസൻ എല്ലാത്തിനോടും മറുപടി ആയിട്ട് പറഞ്ഞു, ഇപ്പം മതവിശ്വാസമോ ശരീരത്തിലെ സുഷിരമോ ഒന്നല്ല പ്രശ്നം. ഈ തണുപ്പത്ത് ബോഡിക്കൊരു ചെറിയൊരു ഉന്മേഷം കിട്ടാൻ അത് നല്ലതാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഓക്കെ, എല്ലാവരും കഴിച്ചപ്പോൾ ഈ പറഞ്ഞ വിഷമമൊന്നും ഒരാൾക്കും ഇല്ല. പള്ളിയിലച്ഛനും ഈ പറഞ്ഞ ആദ്യം എതിർത്ത് പറഞ്ഞ ആ ലേഡിയൊക്കെ വളരെ കൂളായിട്ട് എടുത്ത് കഴിച്ചു. അത് ഒറ്റ നോട്ടം ഡോക്ടർ മേസിന് മനസ്സിലായി, ഇതൊക്കെ പതിവായിട്ട് കഴിക്കുന്ന ആൾക്കാർ തന്നെയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചൊരു ജാട ഇറക്കി, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഡോക്ടർ മേസൻ പറഞ്ഞു, ശരി, എന്തായാലും നിങ്ങളുടെ ക്രാഷ് ലാൻഡ് പ്ലെയിനിൽ നിന്ന് നിങ്ങളെ ഞങ്ങളിവിടെ എത്തിച്ചു. ഇനി നിങ്ങളെ ഒരു ജനവാസമുള്ള സ്ഥലത്തെത്തിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും കുറച്ച് ദിവസം നമ്മളൊക്കെ ഒരുമിച്ചുണ്ടാവും. അതുകൊണ്ട് നമുക്കൊന്ന് പരസ്പരം പരിചയപ്പെടാം. എൻ്റെ പേര് ഡോക്ടർ പീറ്റർ മേസൻ. ഞാനാണ് ഈ IG വേസ്റ്റ് സ്റ്റേഷൻ്റെ ഇൻചാർജ്. എൻ്റെ അണ്ടറിലാണ് ഈ IG വേസ്റ്റ് സ്റ്റേഷൻ. പിന്നെ എൻ്റെ കൂടെയുള്ള 2 സയൻറ്റിസ്റ്റുകൾ, ഒന്ന് ജാക്സ്ട്രോ എന്ന് വിളിക്കപ്പെടുന്ന നീൽസൺ, പിന്നൊന്ന് ജോസ് എന്ന് ഞാൻ വിളിക്കുന്ന ജോസ് ലണ്ടൻ.
അതായത് ഈ പരിചയമില്ലാത്ത ആൾക്കാർ വിളിക്കുമ്പോൾ അവരെയൊക്കെ മിസ്റ്റർ ലീൻസ് എന്നും മിസ്റ്റർ ലണ്ടൻ എന്നും വിളിക്കേണ്ടി വരും. ഇതുകൂടാതെ ഞങ്ങൾക്കൊരു ഫീൽഡ് എക്സ്പെഡിഷൻ ടീമുണ്ട്. അവരിപ്പോൾ ഇവിടെ നിന്ന് വളരെ ദൂരെ ഈ ഗ്രീൻലാൻഡ് ഐസ് ക്യാപ്പിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് എക്സ്പ്ലോർ ചെയ്ത് ഓരോ റിസർച്ചുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ തിരിച്ചെത്താൻ ഏകദേശം 3 ആഴ്ച സമയം കഴിയും. അങ്ങനെ അവർ തിരിച്ചെത്തി വിൻ്റർ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് തിരിച്ച് നാട്ടിൽ പോകണം എന്ന് വിചാരിച്ചിരുന്നതാണ്. ഞങ്ങൾക്ക് തിരിച്ച് ഞങ്ങളുടെ ബേസ് ക്യാമ്പ് അപ്ലാവനിക് എന്ന സ്ഥലത്ത്, ഇവിടെ നിന്ന് ഏകദേശം 500 കിലോമീറ്റർ അകലെ അപ്ലാവനിക് എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ ബേസ് ക്യാമ്പ്. അവിടേക്ക് പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ ആ വലിയ മനുഷ്യൻ്റെ കൂടെ, ആ വലിയ ശരീരമുള്ള മനുഷ്യൻ്റെ കൂടെ കണ്ട ആ മെലിഞ്ഞ് പൊക്കം കുറഞ്ഞ മനുഷ്യൻ പെട്ടെന്ന് ചോദിച്ചു, വിൻ്റർ തുടങ്ങുന്നതിന് മുമ്പോ? അപ്പം ഇത് വിൻ്റർ അല്ലേ? ഡോക്ടർ മേസൻ ചിരിച്ചു. ഇത് ആക്ച്വലി വിൻ്റർ ആയിട്ടില്ല. വിൻ്ററൊക്കെ ആവാൻ കുറച്ചുകൂടിയൊക്കെ സമയമുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ ഒരു -40 to -50 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. ഇതിനിയും കുറയും. -85 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് മനുഷ്യർ വരുന്ന സമയത്ത് റെക്കോർഡ് ചെയ്തതാണ്. മനുഷ്യരാരും വരാത്ത സമയങ്ങളുണ്ട്. ആ സമയത്ത് എത്ര വരെ താഴുമെന്ന് ആർക്കും ഒരു പിടിയുമില്ല. ഇത്രയും കാര്യങ്ങൾ ഡോക്ടർ മേസൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഡോക്ടർ മേസൻ പറഞ്ഞു, ശരി, ഇനി നിങ്ങളൊക്കെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടൂ. അപ്പോൾ ഉടനെ നമ്മുടെ നെറ്റിയും കയ്യും ഒക്കെ മുറിഞ്ഞിരിക്കുന്ന മനുഷ്യൻ പറഞ്ഞു, കൊറാസിനി, മുഴുവൻ പേര് നിക് കൊറാസിനി, US നിന്ന് സ്കോട്ട്ലൻഡിലേക്ക് പോകുന്നു. അപ്പോൾ ഡോക്ടർ മേസൻ ചോദിച്ചു, എന്താ വല്ല ടൂർ വേണോ? അല്ല, അവിടെ ഗ്ലോബൽ ട്രാക്ടേഴ്സ് എന്ന കമ്പനിയുടെ ചാർജ് എടുക്കാൻ പോവുകയാണ്. ഈ ഗ്ലോബൽ ട്രാക്ടേഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഹെഡായിട്ട് നിയമിക്കപ്പെടാൻ പോകുന്ന ആളാണ് ഈ കൊറാസിനി. അപ്പോൾ ഡോക്ടർ മേസൻ ചോദിച്ചു, ട്രാക്ടേഴ്സ്? കൊള്ളാം, ഞങ്ങൾക്ക് ഇവിടെ ഒരു ട്രാക്ടറുണ്ട്, അതൊക്കെ ഒന്ന് റിപ്പയർ ചെയ്തിട്ട് വേണം നമുക്കിനി ബേസ് ക്യാമ്പിലേക്ക് പോകാൻ. അതിനെന്തായാലും നിങ്ങളുടെ സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മിസ് മേരി ലിഗാർഡ് പറഞ്ഞു, അതിന് ഇയാളെ കണ്ടിട്ട് ട്രാക്ടറിലൊക്കെ കൈവച്ചിട്ട് വർഷങ്ങളായ പോലെ ഉണ്ടല്ലോ. സ്വാഭാവികം, കാരണം ഒരു കമ്പനിയിൽ ജോലി തുടങ്ങുന്ന കാലത്ത് ഒരു ട്രാക്ടർ മെക്കാനിക് ആയിരുന്നിരിക്കാം. ഇപ്പം അതിൻ്റെ ഹെഡായിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ അയാൾ ടോപ്പ് പൊസിഷനിലേക്ക് വന്നിട്ട് കുറച്ച് കാലമായി. അതുകൊണ്ട് പിന്നെ അയാൾ ട്രാക്ടറിൽ കൈവയ്ക്കേണ്ട ആവശ്യമില്ല, ട്രാക്ടർ മെക്കാനിസം അയാൾ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും കൊറാസിനി വളരെ കൂളായിട്ട് പറഞ്ഞു, ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, പക്ഷേ ഒരാവശ്യം വന്നാൽ ഞാൻ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു. അടുത്ത ഡോക്ടർ മേസൻ ആ പള്ളിയിലച്ഛനെ ഒന്ന് നോക്കി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് റവറൻറ്റ് ജോസഫ് സ്മാൾവുഡ്. ലണ്ടനിൽ ഞങ്ങൾ വികാരി അച്ഛന്മാരുടെ ഒരു ഗ്രേറ്റ് കമ്മിറ്റി നടക്കുന്നുണ്ട്, അത് അറ്റൻഡ് ചെയ്യാൻ പോവുകയായിരുന്നു US നിന്ന് എന്ന് പറഞ്ഞു. അടുത്തത് നമ്മുടെ ആ ചെറിയ മനുഷ്യൻ, വലിയ മനുഷ്യൻ്റെ കൂടെയുള്ള ചെറിയ മനുഷ്യൻ പറഞ്ഞു, ഞാൻ സോളി ലെവിൻ ന്യൂയോർക്കിൽ നിന്നാണ്, ഇതെൻ്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞ ആ വലിയ മനുഷ്യനെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ മേസൻ ചോദിച്ചു, നിങ്ങളുടെ കുട്ടി എന്ന് വെച്ചാൽ മകനാണോ? അപ്പോൾ ആ വലിയ മനുഷ്യൻ പറഞ്ഞു, കുട്ടി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എൻ്റെ മാനേജറാണ്. ഞാൻ ഒരു ഹെവി വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യനാണ്. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇദ്ദേഹമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ലണ്ടനിൽ ഒരു ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് പോകുന്ന വഴിയായിരുന്നു. ഡോക്ടർ മേസൻ അയാളിങ്ങനെ സൂക്ഷിച്ച് നോക്കി. കണ്ടിട്ടൊരു ബോക്സറുടെ ലക്ഷണമൊന്നും ഡോക്ടർ മേസന് തോന്നിയില്ല. പക്ഷേ അപ്പം തന്നെ ഡോക്ടർ മേസൻ, ഞാൻ ബോക്സിങ്ങും കാണാറില്ല, ബോക്സേഴ്സിനൊന്നും എനിക്ക് അറിയുകയില്ല, അതുകൊണ്ട് പിന്നെ ഇയാൾ ബോക്സറാണോ ഇല്ലയോ എന്നൊന്നും എനിക്ക് തീർത്തു പറയാൻ പറ്റില്ല. എന്തായാലും കണ്ടിട്ട് അങ്ങനെ ഒരു ലക്ഷണമില്ല. അത് കഴിഞ്ഞ് ഡോക്ടർ മേസൻ ചോദിച്ചു, നിങ്ങൾ ബോക്സിങ് മാത്രമേ ഉള്ളൂ? അല്ല, ഞാനൊരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റ് കൂടെയാണ്. US പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഡോക്ടർ മേസൻ ആദ്യം തന്നെ ഒരു കാര്യം ഫീൽ ചെയ്തിരുന്നു, ഇയാളുടെ സംസാരം കേട്ടെടുത്തോളം ഒരു വെൽ എഡ്യൂക്കേറ്റഡ് മാനാണെന്ന് ഫീൽ ചെയ്തിരുന്നു. കാരണം ആരടുത്ത് എന്തും തുറന്നടിച്ച് സംസാരിക്കും, അപ്പോഴും വളരെ പൊളൈറ്റായിട്ടേ സംസാരിക്കുകയുള്ളൂ, ആരുടെ ദേഷ്യപ്പെട്ടൊന്നും സംസാരിക്കില്ല. അതാ എഡ്യൂക്കേഷൻ്റെ ഒരു കൾച്ചർ അദ്ദേഹം കീപ്പ് ചെയ്തിരുന്നതായിട്ട് ഡോക്ടർ മേസൻ നേരത്തെ തോന്നിയിരുന്നു. അപ്പോൾ എന്തായാലും US ഒരു എണ്ണം പറഞ്ഞ യൂണിവേഴ്സിറ്റിയായ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻ്റാണ് എന്ന് ഡോക്ടർ മേസന് മനസ്സിലായി. അടുത്തത് ആ വില കൂടിയ ഉടുപ്പുകളൊക്കെ ധരിച്ചിരിക്കുന്ന യുവതി പറഞ്ഞു, ഞാൻ മിസ്സിസ് ഡാൻസ്ബി ഗ്രെഗ്. പേര് കേട്ടപ്പോൾ ഡോക്ടർ മേസന് ആ പേര് മുമ്പേ കേട്ടിട്ടുണ്ട്. അതായത് അത്യാവശ്യം കയ്യിൽ നിറയെ കാശും അതിനനുസരിച്ച് പൊങ്ങച്ചവും, ഈ പൊങ്ങച്ചം ഒരു പബ്ലിസിറ്റി കൊടുക്കാൻ വേണ്ടി കുറച്ച് ചാരിറ്റി വർക്കും അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു ഹൈ സൊസൈറ്റി ലേഡി. അവർ ചോദിച്ചു, എന്നെ കുറിച്ച് നേരത്തെ കേട്ട് കാണുമല്ലേ? അപ്പോൾ ഡോക്ടർ മേസൻ ആലോചിച്ചു, അല്ലെങ്കിലേ പൊങ്ങച്ചത്തിൻ്റെ അങ്ങേയറ്റ, ഇനിയിപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ടെന്നും കൂടി പറഞ്ഞാൽ അത് ഇനിയും കൂടും. ഡോക്ടർ മേസൻ പറഞ്ഞു, ഞാൻ ഇതുവരെ അങ്ങനെ ഒരു പേര് കേട്ടിട്ടേ ഇല്ല. അപ്പോഴും അവർക്കങ്ങനെ വിഷമമൊന്നുമില്ല. അവർ പറഞ്ഞു, അത് സാറ് കുറേ കാലമായിട്ടിപ്പോൾ സിറ്റിയിലൊന്നും അല്ലല്ലോ, ഇങ്ങനെ ദൂരെ കിടക്കുകയില്ലേ, അതുകൊണ്ടാണ്. പിന്നെ ഇത് എന്ന് പറഞ്ഞ് ആ ഡോക്ടർ മേസൻ നേരത്തെ കോളർ ബോൺ ഫ്രാക്ചർ ശരിയാക്കിയ ആ പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഇത് മിസ് ഹെലീൻ ഫ്ലെമിംഗ്, എൻ്റെ പേഴ്സണൽ മെയ്ഡ്. അപ്പോൾ ഡോക്ടർ മേസൻ ചോദിച്ചത്, നിങ്ങളുടെ പേഴ്സണൽ മെയ്ഡോ? എന്നിട്ടാണോ ഞാൻ ഒരു ബൈസ്റ്റാൻഡറായിട്ട് അവിടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ നിൽക്കാത്തത്? അപ്പോൾ അവർ പറഞ്ഞു, അത് പെട്ടെന്ന് മിസ് മേരി ലിഗാഷ് കയറി ഏറ്റു, അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല, അത്രേ ഉള്ളൂ. ഉടനെ നമ്മുടെ ബോക്സിംഗ് ചാമ്പ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് ജോണി സാഗറോ എന്നാണ്, അദ്ദേഹം പറഞ്ഞു, അതും ശരിയാണ്, വെറുതെ കയ്യിലൊന്നും അഴുക്ക് പറ്റണല്ലോ അല്ലേ മാഡം, കളിയാക്കിയതാണ്. എന്തായാലും മാഡത്തിനോട് മിണ്ടാൻ വഴിയില്ല, കാരണം സ്വന്തം പേഴ്സണൽ മെയ്ഡ് പരിക്കേറ്റ് കിടന്നിട്ട് ഇത്രയും നേരം ആ കുട്ടിയെ അറിയുന്ന ഭാവം പോലും വെച്ചിട്ടില്ല, അത്രയും പൊങ്ങച്ചത്തിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ആളാണ്. ഇനി അടുത്തത് ആ ഒരു പ്രായം കൂടിയ വളരെ മെലിഞ്ഞ ഒരു മനുഷ്യനുണ്ട് കൂട്ടത്തിൽ, ഒരു ജൂതനാണെന്ന് ഒറ്റ നോട്ടത്തിൽ ഡോക്ടർ മേസന് മനസ്സിലായ വ്യക്തി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് തിയഡർ മാളർ. അത്ര മാത്രമേ പറഞ്ഞുള്ളൂ, കൂടുതലൊന്നും പറഞ്ഞില്ല. കൂടുതൽ എന്തെങ്കിലും പറയുമെന്ന് ഡോക്ടർ മേസൻ വിചാരിച്ചു, പക്ഷെ ഒന്നും പറയേണ്ടായില്ല. പിന്നെ ഡോക്ടർ മേസന് ഡിക്സി കണൽ എന്ന് തോന്നിയ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ സെനറ്റർ ഹോഫ്മാൻ ബ്രൂസ്റ്റർ. വളരെ വെയിറ്റോടെയാണ് പറയുന്നത്. ഡോക്ടർ മേസൻ്റെ ഷർട്ടപ്പിലും ഉണ്ടായിരുന്ന ആളാണ്, പിന്നെ എപ്പോഴാണ് വായ തുറക്കുന്നത്. അപ്പോൾ ഡോക്ടർ മേസന് മനസ്സിലാവും, ഇതാണ് ഇയാൾ ഇത്രയും നേരം നമ്മുടെ അടുത്തൊക്കെ തന്നെ വളരെ അധികാരത്തോടെ സംസാരിച്ചിരുന്നത്. കാരണം രാഷ്ട്രീയത്തിൻ്റെ അങ്ങേയറ്റത്തെത്തിയ ആളാണ്, US പാർലമെൻറ്റിലെ മെമ്പറാണ്, അവിടെ നമ്മുടെ MP എന്ന് പറയുന്ന പോലുള്ള ആളാണ് അവിടെ സെനറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, അയാൾ പിന്നെയും പറഞ്ഞു, ഞങ്ങളുടെ ഒരു അപ്രോപ്രിയേഷൻ കമ്മിറ്റിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഒരു യൂറോപ്യൻ ടൂറിൽ ഇറങ്ങിയതാണ് ഞാൻ. ഇവിടെ നമ്മുടെ നാട്ടിലും കാണാറുണ്ട്, ഇപ്പോൾ ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാരും അതുപോലുള്ള പല നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ ഇങ്ങനെ ഓരോ ടൂറിന് പോകും ഇടയ്ക്കിടയ്ക്ക്. എന്തിനാണെന്ന് ഇതുവരെ ആർക്കും പിടിയില്ല. പോകുമ്പോൾ പ്രസ്ഥാനമൊക്കെ ഇറക്കും, ഈ ടൂർ കഴിഞ്ഞ് വന്നാൽ ഇവിടെ പുരോഗമനം അങ്ങ് ഒഴുകാൻ പോവുകയാണെന്ന്. ഇന്നവരെ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. ഓക്കെ, എന്തായാലും അങ്ങനെ എല്ലാവരും പരസ്പരം പരിചയപ്പെട്ടു. ഇതിനിടയിൽ കൊറാസിനി ചോദിച്ചു, ഡോക്ടർ മേസൻ നേരത്തെ എയർ ഹോസ്റ്റസിനോട് സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞ പോലെ എനിക്ക് തോന്നി. അതായത് ഞങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു കാര്യം, ഈ ആക്സിഡൻറ്റിനെ കുറിച്ച് ഡോക്ടർ മേസൻ അറിയാം എന്ന് പറഞ്ഞ പോലെ തോന്നി. അതെന്താ ഡോക്ടർ? അപ്പോൾ ഡോക്ടർ മേസൻ പറഞ്ഞു, എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ വ്യക്തമായിട്ട് ഉറപ്പൊന്നുമില്ല, ഒരു ഊഹമാണ്. കഴിഞ്ഞ കുറച്ച് കാലത്ത് ഞങ്ങളുടെ റിസർച്ചിൻ്റെയും ഒബ്സർവേഷൻസിൻ്റെയും ഫലമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഈ സൺസ്പോട്ട് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഈ സൂര്യനിൽ നിന്ന് ഈ ലൈറ്റ്, അൾട്രാവയലറ്റ് റേസ്, ഇൻഫ്രാറെഡ് റേസ്, ഇത് മൂന്നുമാണ് സാധാരണ സൂര്യനിൽ നിന്ന് വരുന്ന റേഡിയേഷൻസ്. ഇതുകൂടാതെ ചില മാഗ്നറ്റിക് റേഡിയേഷൻസ് ചില സ്പോട്ടുകളിൽ നിന്ന് വരും. ആ സ്പോട്ടുകളാണ് സൺസ്പോട്ട് എന്ന് പറയുന്നത്. ഈ മാഗ്നറ്റിക് റേഡിയേഷൻസ് ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ, ഈ ഭൂമി എന്ന് നമുക്കറിയാമല്ലോ, ഭൂമി ഒരു മാഗ്നറ്റാണ്. ഭൂമിയുടെ മാഗ്നറ്റിക് പവറിൻ്റെ ഫലമായിട്ടാണ്
നമ്മൾ സാധാരണ ഒരു കമ്പസ് നീഡിൽ, ഒരു കാന്തിക സൂചി എപ്പോഴും തെക്ക് വടക്കായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ സൺസ്പോട്ടിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഈ മാഗ്നറ്റിക് സ്റ്റോംസ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ മാഗ്നറ്റിക് പൊളാരിറ്റി പെട്ടെന്ന് ചേഞ്ച് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ നിങ്ങളുടെ പ്ലെയിനിലെ ദിശ മനസ്സിലാക്കുന്ന മാഗ്നറ്റിക് കമ്പസ് അത് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യില്ല. അങ്ങനെ ചിലപ്പോൾ സംഭവിച്ചിരിക്കാം. ഇതൊക്കെ പറയുമ്പോൾ ജോസ് അങ്ങനെ ഡോക്ടർ മേസനെ ഒരു പ്രത്യേക രീതിയിൽ നോക്കുന്നുണ്ട്. കാരണം ജോസിനറിയാം ഡോക്ടർ മേസനെ ഈ പറയുന്നത് മുഴുവൻ കള്ളമാണ്. വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന കമ്പസ് എന്ന് പറയുന്നത് സാധാരണ മാഗ്നറ്റിക് കമ്പസ് അല്ല, ജൈറോ കമ്പസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഉപകരണമാണ്. അതിന് ഈ മാഗ്നറ്റിക് സ്റ്റോം കൊണ്ട് ഒരിക്കലും അതിൻ്റെ ദിശ കാണിക്കുന്നതിൽ മാറ്റം വരില്ല. കൂടാതെ ഈ സൺസ്പോട്ട് ആക്ടിവിറ്റി കൊണ്ടുള്ള മാഗ്നറ്റിക് സ്റ്റോംസ് ഏറ്റവും കൂടുതൽ അവർ എക്സ്പീരിയൻസ് ചെയ്തത് ഈ വർഷമല്ല, കഴിഞ്ഞ വർഷമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ആക്സിഡൻറ്റ് കൂടുതൽ പ്ലെയിൻ ക്രാഷുകൾ ഉണ്ടാവേണ്ടത് കഴിഞ്ഞ വർഷമായിരുന്നു. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും അതിൽ നിന്ന് ജോസിന് ഒരു കാര്യം മനസ്സിലായി, ഡോക്ടർ മേസൻ എന്തൊക്കെയോ ഇവരിൽ നിന്ന് ഒളിച്ചു വയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഡോക്ടർ മേസന് മനസ്സിലായി. ഇത്രയും കഴിഞ്ഞപ്പോൾ ഡോക്ടർ മേസൻ പറഞ്ഞു, ശരി ജാക്സ്ട്രോ, ഇവർക്കെല്ലാം ഭക്ഷണം കൊടുക്കണ്ടേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണം. ആരാ ജാക്സ്ട്രോ ഒന്ന് സഹായിക്കുക? വിമാനത്തിൽ കണ്ട പോലെ തന്നെ മിസ് മേരി ലിഗാർഡ് ചാടി അണിയിട്ടു, ഞാൻ റെഡി. അങ്ങനെ ജാക്സ്ട്രോയും മേരി ലിഗാർഡും കൂടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ ആരംഭിച്ചു. ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഉണ്ടാക്കുന്ന പോലെ അത്ര വിഷമം ഇല്ല അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ. എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഫുഡൊക്കെ പ്രീ കുക്ക്ഡ് ടിൻഡ് ഫുഡാണ്. അതായത് ഇപ്പോൾ ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും എല്ലാം അത് പാചകം ചെയ്ത് ഒരു മെറ്റൽ കാനിൻ്റെ അകത്താക്കി സീൽ ചെയ്യും. അത് ആ പാചകം ചെയ്ത് അതേ ഹൈ ടെമ്പറേച്ചറിൽ മോർ ദാൻ 100 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ അത് സീൽ ചെയ്യും. അപ്പോൾ ഈ ഇത്രയും ഹൈ ടെമ്പറേച്ചറിൽ നമുക്കറിയാം അത് കേടുവരാനുള്ള ഒരു ചാൻസും ഇല്ല. അതിൽ ബാക്ടീരിയ ഒന്നും വളരാനുള്ള ഒരു ടെമ്പറേച്ചറല്ല. ഒരു 50-60 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് ഈ ബാക്ടീരിയ, ഫംഗസ് അങ്ങനെയുള്ള ഈ മറ്റേ മൈക്രോ ഓർഗാനിസത്തിന് വളരാൻ ഏറ്റവും നല്ല ടെമ്പറേച്ചർ. ആ ഒരു ടെമ്പറേച്ചറിലാണ് ഭക്ഷണം പെട്ടെന്ന് കേടുവരിക. സോ ഇങ്ങനൊരു അവസ്ഥയിൽ വെച്ചിരിക്കുന്ന ഫുഡ് വർഷങ്ങളോളം കേടുവരാതിരിക്കും. അതൊന്നെടുത്ത് ചൂടാക്കുക, അത്രേ ചെയ്യാനുള്ളൂ. എന്തായാലും ഇതെല്ലാം ഈ ടണലിൽ പോയി ഇതെല്ലാം കൊണ്ടുവരണം, പിന്നെ അതെല്ലാം സ്റ്റബിൽ വെച്ച് ചൂടാക്കണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മിസ് മേരി ലിഗാർഡും ജാക്സ്ട്രോയും കൂടി ചെയ്യാൻ തുടങ്ങി. ഇതിനിടയിൽ ഡോക്ടർ മേസൻ പറഞ്ഞു, ജോസേ താനെന്നൊന്ന് സഹായിക്കണം, ഒരു ചെറിയൊരു കർട്ടൻ എന്താ ഇവിടെ ഈ ക്യാബിൻ്റെ ഇടയിലൊന്ന് കെട്ടണം. ഈ ബോധമില്ലാതെ കിടക്കുന്ന മനുഷ്യന് എനിക്കൊരു ബ്രെയിൻ സർജറി ചെയ്യാനുണ്ട്. എത്രത്തോളം സക്സസ് ആകുമെന്ന് ഉറപ്പില്ല. ഒന്നാമത് ഇവിടെ ഒരു ഹോസ്പിറ്റലല്ല, അതിനുള്ള ഒരു ഫെസിലിറ്റി ഇല്ല. എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിലൊന്ന് ശ്രമിച്ചു നോക്കാം. അങ്ങനെ ജോസിൻ്റെ സഹായത്തോടെ ഒരു കർട്ടനൊക്കെ ഉണ്ടാക്കി ഡോക്ടർ മേസൻ അവിടുത്തെ സാഹചര്യത്തിൽ പറ്റുന്ന രീതിയിൽ ഒരു ബ്രെയിൻ സർജറിയൊക്കെ നടത്തി. അപ്പോൾ ഈ ബോഡി മനുഷ്യനെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സ്ലീപ്പിംഗ് ബാഗിലാക്കി ഒരു കട്ടിലിലേക്ക് കിടത്തിയിരിക്കുകയാണ്. ആ സ്ലീപ്പിംഗ് ബാഗ് അത്യാവശ്യം വേണ്ടത് മാത്രം തുറന്ന്, അതായത് ആ ബോഡിയിലോട്ടൊന്നും കൂടുതൽ തണുപ്പ് തട്ടാത്ത രീതിയിലാണ് ഈ ഓപ്പറേഷനൊക്കെ നടത്തിയത്. അത് കഴിഞ്ഞ് അതെല്ലാം തുന്നിക്കെട്ടി ഒരു ലെതറിൻ്റെ ഹെൽമെറ്റ് വെച്ച് ആ തല ഒന്നുകൂടി സേഫാക്കി ഡോക്ടർ മേസൻ അദ്ദേഹത്തെ വീണ്ടും സ്ലീപ്പിംഗ് ബാഗിൻ്റെ അകത്താക്കി ക്ലോസ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം എണീക്കുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുകയാണ് നമ്മുടെ എയർ ഹോസ്റ്റസ്. അവർ തമ്മിൽ കൂട്ടിയിടിച്ചു. അപ്പോഴാണ് ഞങ്ങൾ നോക്കുന്നത്, തൊട്ടടുത്ത് തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് അവർ ചോദിച്ചു, എന്താണ് ഡോക്ടർ അവസ്ഥ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒന്നും പറയാൻ പറ്റില്ല, 50-50 എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ ഒരു ഹോസ്പിറ്റലിന് വേണ്ട ഫെസിലിറ്റീസ് ഇല്ല. കൂടാതെ ഞാനൊരു ബ്രെയിൻ സ്പെഷ്യലിസ്റ്റ് അല്ല, ഞാൻ വെറും ഒരു ജനറൽ ഫിസിഷ്യൻ. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഭാഗ്യം ഈശ്വരാനുഗ്രഹം പോലെയൊക്കെ ഇരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ആലോചിച്ചത്, എല്ലാവരെയും പരിചയപ്പെട്ടു, പക്ഷേ ഇവരുടെ പേര് ചോദിച്ചിട്ടില്ലല്ലോ. അതിരിക്കട്ടെ, നിങ്ങളുടെ പേരെന്താ? അപ്പോൾ അവർ പറഞ്ഞു, മിസ് മാർഗരറ്റ് റോസ്.
അപ്പോൾ ഡോക്ടർ മെസ്സേജ് ചോദിച്ചു, ഇരിക്കട്ടെ മിസ്, ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ പ്ലെയിനിൽ എന്താണ് ഇത്രയും വലിയൊരു പ്ലെയിന്, പക്ഷേ ഇതിൽ ആൾക്കാർ വളരെ കുറവായിരുന്നല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, അത് ഞങ്ങൾ ഇന്നലെ എന്നല്ല, ഇന്നിപ്പോൾ പുതിയൊരു ദിവസം തുടങ്ങുകയാണ്, മൺഡേ തുടങ്ങുകയാണല്ലോ. അപ്പോൾ ആക്ച്വലി മിനിഞ്ഞാന്ന് ലണ്ടനിൽ നിന്ന് US ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് 2 ഫ്ലൈറ്റ്, ഞങ്ങൾ സാധാരണ 1 ഫ്ലൈറ്റ് പോകുന്ന സ്ഥാനത്ത് 2 ഫ്ലൈറ്റ് പോകേണ്ടി വന്നു. അപ്പോൾ അതിൽ 1 ഫ്ലൈറ്റ് അതിന് പ്രത്യേകിച്ച് ഷെഡ്യൂൾഡ് ടൈം ഇല്ലാത്തതുകൊണ്ട് സാധാരണ വൈകുന്നേരമാണ് അവിടെ നിന്ന് മടങ്ങുന്നത്. ഞങ്ങളുടെ ഫ്ലൈറ്റ് കുറച്ച് നേരത്തെ മടങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ ആ സമയത്ത് റെഗുലർ ഫ്ലൈറ്റിൽ ബുക്ക് ചെയ്തിരുന്ന ആൾക്കാരെല്ലാം കമ്പനി ഫോൺ ചെയ്തു. അന്ന് ഈ ലാൻഡ് ഫോൺ വഴി ഫോൺ ചെയ്യാനേ പറ്റുള്ളൂ. ഇന്നത്തെ പോലെ SMS ഒന്നും വരില്ല, ഇമെയിലും വരില്ല, അതൊന്നുമില്ല. മൊബൈൽ ഫോണൊന്ന് ആരും ചിന്തിച്ചിട്ട് പോലുമില്ല, അങ്ങനെ ഒരു കാലമുണ്ട്. ഫോൺ ചെയ്തു, ഇങ്ങനെ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്, മറ്റേ ഫ്ലൈറ്റിൽ ബുക്ക് ചെയ്തവർക്ക് കുറച്ചുകൂടി നേരത്തെ പോകണമെങ്കിൽ പോവാം. അപ്പോൾ ഒരു 10 ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഈ 10 ആൾക്കാരുമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയത്. അപ്പോൾ ഡോക്ടർ മെസ്സേജ് ചോദിച്ചു, സാധാരണ ഞങ്ങൾ ഈ ഫ്ലൈറ്റിൽ ഒരു എയർ ഹോസ്റ്റസേ ഉണ്ടാവുകയുള്ളൂ. അല്ല, സാധാരണ ഇതിൽ 2-3 ആൾക്കാരുണ്ടാവും. പക്ഷെ ഇത് 10 ആൾക്കാരായതുകൊണ്ട് ഒരാൾ മതി എന്ന് കമ്പനി തീരുമാനിച്ചു. ഓക്കെ, ഈ സംസാരമൊക്കെ കഴിയുമ്പോഴേക്കും അവരുടെ ഭക്ഷണമൊക്കെ റെഡിയായി. ബീഫ്, വെജിറ്റബിൾസ്, സൂപ്പ്, അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡോക്ടർ മേസൻ പറഞ്ഞു, ഇന്ന് ഇങ്ങനെ കഴിച്ചു ശരി, നാളെ തൊട്ട് ഇത്ര ലാവിഷായിട്ടുള്ള ഭക്ഷണമൊന്നും ഉണ്ടാവില്ല. കാരണം ഞങ്ങൾ 3 പേർക്ക് 3 ആഴ്ച കഴിയാനുള്ള ഭക്ഷണമാണ് ഇവിടെ ബാക്കി. കാരണം 3 ആഴ്ചയ്ക്ക് മറ്റേ ടീം വരും, ഞങ്ങൾ മടങ്ങും. അതിപ്പോൾ കഴിക്കാൻ ഇത്രയും ആൾക്കാരുണ്ട്. സ്വാഭാവികമായിട്ടും നാളെ തൊട്ട് നമ്മളൊരു റേഷൻ സിസ്റ്റം ആരംഭിക്കും. എല്ലാവർക്കും വളരെ കുറച്ച് വീതം ഭക്ഷണം, ജസ്റ്റ് ഇങ്ങനെ ജീവൻ നിലനിർത്തിക്കൊണ്ട് പോകണം. അതിനുള്ള ഭക്ഷണം കൂടുതൽ ലാവിഷായിട്ടൊന്നും നമുക്കിനി നാളെ തൊട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ഭക്ഷണം കഴിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവർ കിടക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആരംഭിച്ചു. ആ സമയത്ത് അവിടെ ഇവർക്ക് കിടക്കുന്നതിനായിട്ട് ഒരു 8 ബങ്കുകളുണ്ട്. ബങ്കുകളെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ ഡോർമെട്രിയിൽ കാണുന്ന പോലുള്ള കിടപ്പിടം, അതിനാണ് ബങ്കെന്ന് പറയുക. അപ്പോൾ ഈ ബങ്കുകളിൽ ആകെ 8 ഉള്ളൂ. ഇവർ ഇത്ര ആൾക്കാരുണ്ട്. അതായത് 10 ആൾക്കാരവിടെ ഉണ്ട്. 10 ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ വിമാനത്തിൽ നിന്ന് വന്നവർ 10 പേരുണ്ട്. പിന്നെ അതുകൂടാതെ ഡോക്ടർ മേസനും ജാക്സ്ട്രോയ്ക്കും ജോസിനും പ്രശ്നമല്ല. കാരണം അവർക്ക് അവരുടെ സ്പെഷ്യൽ ഡ്രസ്സുകളൊക്കെ കൊണ്ട് അവിടെ നിലത്ത് കിടന്നാലും മതി. എന്തായാലും ഇപ്പോൾ എല്ലാവർക്കും കൂടി ബങ്കിൽ കിടക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഡോക്ടർ മേസൻ പറഞ്ഞു, ലേഡീസൊക്കെ എന്തായാലും ബങ്കിൽ കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ മാർഗരറ്റ് റോസ്, എയർ ഹോസ്റ്റസ്, അവർ പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരുന്നോളാം. ആരുടെ അടുത്ത്? ഈ ബ്രെയിൻ സർജറി കഴിഞ്ഞ് കിടക്കുന്ന മനുഷ്യനെടുത്ത്. രാത്രി അദ്ദേഹം ഉണർന്ന് എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ അവിടെ ആരെങ്കിലും വേണമല്ലോ, ഞാൻ അവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞു. അതിന് പിന്നെ ഡോക്ടർ മേസൻ എതിരൊന്നും പറഞ്ഞില്ല. കാരണം അവർ വർഷങ്ങളായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, ആ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരിക്കാം. എന്തായാലും ഒന്നും പറഞ്ഞില്ല. പോയിട്ട് 3 ലേഡീസ് ബങ്കിൽ കയറി കിടന്നു. പിന്നെ അവിടെ 5 സീറ്റും 6 ആണുങ്ങളുമുണ്ട്. അപ്പോഴും അവർ തീരുമാനമാക്കി, പ്രായമായവരൊക്കെ ബങ്കിൽ കിടക്കട്ടെ. പിന്നെ പ്രായം കുറഞ്ഞ ആൾക്കാരെന്ന് പറയാൻ 2 പേരാണുള്ളത്, ജാഗറോയും കൊറാസിനി തന്നെ ഒരു കോയിൻ ടോസ് ചെയ്തു. ആര് അതിൽ ഒരു ഫോർമാലിറ്റിയെ കാണിക്കണം, നിങ്ങൾ കിടന്നോ എന്ന് 2 പേരും പറയുകയാണ്. എന്തായാലും ഒരു കോയിൻ ടോസ് ചെയ്തപ്പോൾ കൊറാസിനി എന്നെ തോറ്റു. അങ്ങനെ കൊറാസിനി നിലത്ത് കിടന്നു, സാഗറോ ബങ്കിൽ കയറി കിടന്നു. ഈ സമയത്ത് ഡോക്ടർ മേസൻ അവരുടെ വെതർ റിപ്പോർട്ട് റെക്കോർഡ് ചെയ്യുന്ന ഒരു ബുക്കുണ്ട്. ആ ബുക്ക് എടുത്തുകൊണ്ട് പുറത്തേക്ക് നടക്കുന്നതിനാണ് ജോസിനെ ഒന്ന് നോക്കി, കാഷ്വലായിട്ടൊന്ന് നോക്കി ഡോക്ടർ മേസൻ നടന്നു. അപ്പോൾ സാഗറോ ആ ബഗ്ഗിൽ കിടന്നുകൊണ്ട് ചോദിച്ചു, ഇത് എങ്ങോട്ടാ ഡോക്ടർ ഈ നേരത്ത്? അപ്പോൾ ഡോക്ടർ മേസൻ പറഞ്ഞു, വെതർ റിപ്പോർട്ട്. ഈ സമയത്തല്ല, 3 മണിക്കൂർ മുമ്പ് ചെയ്യേണ്ടായിരുന്നു. ആ സമയത്താണല്ലോ ഞാൻ നിങ്ങളുടെ പ്ലെയിനിൻ്റെ പുറകെ വന്നത്. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും അത് ചെയ്യാം. കണ്ടിന്യൂറ്റി വലിയൊരു പ്രശ്നമാണിതിൽ. ഓരോ എത്ര മണിക്കൂർ ഇടവിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും ചെയ്യട്ടെ എന്നും പറഞ്ഞ് ഡോക്ടർ മേസൻ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഡോക്ടർ മേസൻ നടക്കുന്നതിനിടയിൽ ജോസ് പുറകെന്ന് വിളിച്ചു, ഞാനുണ്ട് സാർ.
നമ്മുടെ സ്ലഡ്ജ് ഡോഗിൻ്റെയൊക്കെ അവസ്ഥ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞ് ജോസും പുറത്തേക്ക് ഇറങ്ങി. പുറത്തിറങ്ങിയതിന് ശേഷം ഇവർ വെതർ റിപ്പോർട്ടിനും അതുപോലെ സ്ലഡ്ജ് ഡോഗിൻ്റെയും കാര്യമൊക്കെ അവർ വിട്ടു. രണ്ടാളും കൂടി ഇവരുടെ ഒരു ട്രാക്ടർ നിർത്തിയിരിക്കുന്ന ഷെഡുണ്ട്, അതിൻ്റെ അകത്ത് കയറി. കാരണം പുറത്തിറങ്ങുമ്പോൾ ആക്ച്വലി നേരത്തെ അയാളുടെ കാറ്റ് നിന്നിരിക്കുന്നു, പക്ഷെ തണുപ്പ് കൂടി. അതുകൊണ്ട് ട്രാക്ടർ ഷെഡിൻ്റെ അകത്ത് കയറി. അപ്പോൾ തണുപ്പിന് ചെറിയൊരു സമാധാനമുണ്ട്. അതിൻ്റെ അകത്ത് കയറി ജോസ് ചോദിച്ചു, എന്താ ഡോക്ടർ മേസൻ, സാറ് പറഞ്ഞ ഒന്നും ശരിയല്ല എന്ന് എനിക്കറിയാം, സാർ എന്തോ മറച്ചു പിടിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ മേസൻ പറഞ്ഞു, അതെനിക്ക് ഞാനതൊക്കെ പറയുമ്പോഴേ എനിക്കറിയാം തനിക്കിതെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന്. ആദ്യം ഞാനത് അവരോട് പറയണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ പിന്നെ എനിക്ക് തോന്നി അത് ഇപ്പം പറയണ്ട എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം ഒരു കള്ളം പറഞ്ഞത്. അപ്പോൾ ജോസ് പറഞ്ഞു, സാറ് സസ്പെൻസ് ഉണ്ടാക്കാതെ കാര്യം പറ. ഡോക്ടർ മേസൻ പറഞ്ഞു, പറയാം, തന്നോട് പറയാനാണല്ലോ ഞാൻ തന്നെ ഇങ്ങോട്ട് പുറത്തിറക്കിയത്. ഈ പ്ലെയിൻ ആക്സിഡൻറ്റ് പ്ലാൻഡാണ്. അതായത് യാദൃച്ഛികമായിട്ട് അപകടത്തിൽപ്പെട്ടതല്ല, ആരോ മനഃപൂർവ്വം അപകടത്തിൽപ്പെടുത്തിയതാണ്. അത് സാറിന് എങ്ങനെ മനസ്സിലായി? ആ പ്ലെയിനിൻ്റെ അകത്തുള്ള യാത്രക്കാരെല്ലാം ഡോപ്ഡ്, അതായത് എന്തോ മയക്കുമരുന്നിന് അടിപ്പെട്ടതുപോലെയായിരുന്നു. ഒന്നുകിൽ അവർക്ക് ഹെവി സ്ലീപ്പിംഗ് പിൽസ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ നാർക്കോട്ടിക് ഡ്രഗ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ മേസൻ ജോസ് ആശ്ചര്യപ്പെട്ട് ചോദിക്കുകയാണ്, ആര് എങ്ങനെ നടക്കും? ഒരു പ്ലെയിനിൻ്റെ അകത്ത് കയറി ആൾക്കാർക്ക് മയക്കുമരുന്നോ സ്ലീപ്പിംഗ് പിൽസോ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലാണോ ഡോക്ടർ? മാത്രമല്ല ഈ ഇത് കൊണ്ട് പാർക്കാൻ ആരെ കൊണ്ട് പറ്റും ഇങ്ങനെ? ഡോക്ടർ മേസൻ ജോസിനെ ഒന്ന് നോക്കിയിട്ട് ചോദിച്ചു, നമ്മുടെ റേഡിയോ സെറ്റിന് എന്ത് പറ്റി? ജോസ് ഒന്നിങ്ങനെ നോക്കി. ആരാണത് തകർത്തത്? ആ എയർ ഹോസ്റ്റസ്. പ്ലെയിനിലുള്ള യാത്രക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ആരാ? അപ്പോൾ ജോസ് ഞെട്ടി. ശരിയാണ്, പാൻട്രിയിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി അല്ലെങ്കിൽ ഉള്ള ഭക്ഷണമൊക്കെ എടുത്ത് സെർവ് ചെയ്യുന്ന എയർ ഹോസ്റ്റസ് ആണ്. അതിനിടയിൽ സ്ലീപ്പിംഗ് പിൽസോ നാർക്കോട്ടിക്സോ ഒക്കെ ഭക്ഷണത്തിൽ ചേർക്കാവുന്നതേ ഉള്ളൂ. ജോസ് പറഞ്ഞു, ശരിയാണ്, കോഫിയിലോ സ്വീറ്റ്സിലോ ഇങ്ങനെ എന്തെങ്കിലും ചേർക്കാം. ഡോക്ടർ മേസൻ പറഞ്ഞു, സ്വീറ്റ്സിലാവാൻ വഴിയില്ല. കാരണം ഈ നാർക്കോട്ടിക്സ് ആണെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങളാണെങ്കിലും ഇതിനൊക്കെ ഒരു ബാഡ് സ്മെല്ലുണ്ടാവും. അതേസമയം കോഫി എന്ന് പറയുമ്പോൾ കുറേ കൂടി നല്ല ഫ്ലേവറായിട്ടുള്ളൊരു സാധനമാണ്. അതിൽ ഈ സ്മെല്ല് കഴിക്കുന്നവർക്ക് ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് കോഫി ആയിരിക്കും ഈ പറഞ്ഞ രീതിയിൽ മായം ചേർത്ത്, അതായത് ഈ മയക്കുമരുന്നോ സ്ലീപ്പിംഗ് പിൽസോ ചേർത്ത് ഇവർക്ക് കൊടുത്തിട്ടുണ്ടാവുക, യാത്രക്കാർക്ക് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഡോക്ടർ മേസൻ ജോസ് ചോദിച്ചു, അല്ല ഡോക്ടർ മേസൻ, ഇനിയിപ്പോൾ അങ്ങനെ ആണെങ്കിൽ തന്നെ ഓരോരുത്തരും ഉണർന്നെണീക്കുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല ഞാൻ ആ കാപ്പി കുടിച്ചു അതിന് ശേഷം ഇങ്ങനെ ആയിപ്പോയി എന്ന്. അതിന് ഡോക്ടർ മേസൻ പറഞ്ഞു, നോർമലി ശരിയാണ്, നമ്മൾ ഒരു കാപ്പി കുടിക്കുന്നു, പെട്ടെന്ന് ഉറങ്ങുന്നു, പിന്നെ ഉണരുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ചിന്ത വരും. പക്ഷേ ഇവിടെ അവർ ഉണരുന്നത് ക്രാഷ് ലാൻഡറായിട്ടുള്ള പ്ലെയിനിൻ്റെ അകത്താണ്. ആ സമയത്ത് പിന്നെ അവർക്ക് അതും ചിന്തിക്കാൻ നേരമില്ല. ഈ കാഷ്വാലിറ്റിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നാണ് പിന്നത്തെ ചിന്ത. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരപ്പം അതിനെക്കുറിച്ച് ആലോചിക്കില്ല. ഇനി എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചാൽ തന്നെ ഇവർ പരസ്പരം ഇത് ഡിസ്കസ് ചെയ്യാൻ താല്പര്യപ്പെടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും സ്വന്തം വീക്ക്നെസ് മറച്ചു വയ്ക്കാൻ ശ്രമിക്കും. മനുഷ്യരുടെ ഒരു പൊതുവെയുള്ള സ്വഭാവമാണ്, ഞാൻ വളരെ സ്ട്രോങ് ആണ്, അവനത്ര ശരിയല്ല എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതലും. സോ അടുത്തവൻ ഉറങ്ങുന്നത് കാണുമ്പോൾ നമുക്കും അറിയാം നമ്മൾ അതുപോലെ ഉറങ്ങിയതാണ്, എന്നാലും നമ്മൾ ഞാൻ സ്ട്രോങ് ആണ്, അവൻ അതാ കിടന്നുറങ്ങുന്നു എന്ന് ചിന്തിക്കുന്നതാണ് സാധാരണ ഒരു ഹ്യൂമൻ സൈക്കോളജി. അതുകൊണ്ട് തന്നെ ഇവരൊരിക്കലും ഇത് പരസ്പരം ഡിസ്കസ് ചെയ്യില്ല. അത്തരം ഒരവസ്ഥയിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസിന് ശേഷം ഡോക്ടർ മേസൻ പറഞ്ഞു, ശരി, ഒഴിവുപോലെ കാണുമ്പോൾ ജാക്സോട് എടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറ, വേറെ ആരും ഇത് തൽക്കാലം അറിയണ്ട. അത് കഴിഞ്ഞ് അവർ ക്യാബിൻ്റെ അകത്തേക്ക് വന്നു. ക്യാബിൻ്റെ അകത്ത് വന്നു ഡോക്ടർ മേസൻ വീണ്ടും ടെമ്പറേച്ചർ ഒന്ന് നോട്ട് ചെയ്തു.
അപ്പോൾ അവർ നേരത്തെ നോട്ട് ചെയ്യുമ്പോൾ -40°C ആയിരുന്നു. പക്ഷെ ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഡോക്ടർ മേസന് മനസ്സിലായി തണുപ്പ് കൂടിയിട്ടുണ്ട്, കാറ്റ് നിന്നു, തണുപ്പ് കൂടി, ടെമ്പറേച്ചർ -45°C, അതായത് നേരത്തെ പുറത്തിറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ 5°C കൂടി ടെമ്പറേച്ചർ താഴ്ന്നിരിക്കുന്നു. ഓക്കെ, അവർ രണ്ടാളും കിടന്നു. അപ്പോൾ ഡോക്ടർ മേസൻ്റെ കാര്യം ഇത്തിരി കഷ്ടത്തിലാണ്, കാരണം സ്ലീപ്പിംഗ് ബാഗ് ഇല്ല, അത് മറ്റേ കൊടുത്തിരിക്കുകയാണ്. എന്തായാലും അവിടെ അന്നേരത്ത് അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ഡ്രസ്സുകളെല്ലാം ഉണ്ട്, അതെല്ലാം ഇട്ടുകൊണ്ട് കിടന്ന് വിത്തിൻ മിനിറ്റ്സ് അദ്ദേഹം ഉറങ്ങിപ്പോയി.